സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. എന്താണ് എല്ലാവരും വർത്തമാനം? സുഖമല്ലേ? ഞാൻ ഒരു ബുധനാഴ്ച വ്ളോഗ് ചെയ്യണമെന്ന് രാവിലെ പ്ലാൻ ചെയ്തിനും. ഇപ്പോൾ വണ്ടി ക്ലിയറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത് നടന്നില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ വെള്ളം പൊട്ടും. ഒരു മിനിറ്റ്. വണ്ടിയൊക്കെ ആൾക്കാർ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ട്. രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ബുധനാഴ്ച വ്ളോഗൊക്കെ ചെയ്യാൻ ചെയ്തതിന്, പക്ഷെ അത് പരിപാടി നടന്നില്ല. അത് എന്താ പറയുക, രാവിലെ നല്ല മഴക്കേനെ മുട്ടിത്തിരിഞ്ഞ് അങ്ങനെ തീരുമാനമായി. പക്ഷെ ഞാനിന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ അസുഖക്ക് ഓട്ടം കഴിഞ്ഞിങ്ങനെ വന്നാണ്. ഞാനിന്ന് ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. റിപ്ലൈ മീൻസ് കാര്യപ്പെട്ട കാര്യം നിങ്ങൾ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ നമ്മളെ വ്ളോഗിലെല്ലാത്തിനും പള്ള നിറച്ച് പറയാണ്ട്, പിന്നെ ദുമ്പാടപ്പം ഞാൻ അതിലേ കുത്തി കയറ്റുണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ 35 മിനിറ്റൊക്കെ നമ്മളെ വ്ളോഗ് നമുക്ക് ഛർപ്പിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും അപ്പോൾ നമ്മൾ കമൻറ്റ് 2-3 കമൻറ്റ് ഉണ്ട്. കമൻറ്റ് പറയാം. വണ്ടി അകലേര് ഭയങ്കര കഗ്ഗലാണെന്ന്. നമ്മളെ ലുക്കൊക്കെ ഒന്നും മാറിയിട്ടില്ലേ? എന്നാലും ഒരു ജസ്റ്റ് താഴെയൊന്നും ഇങ്ങനെ ലെവലാക്കി. അതിനാലും ഇടങ്ങാറായി മൊത്തം. ഞാൻ പറയാം, നിങ്ങളോട് പറയാം. ഏതായാലും എടുത്തു വലഞ്ഞു വികൃതി ഉണ്ടാക്കല്ലേ, വികൃതി ആയിട്ടല്ലേ. ഫസ്റ്റ് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ KL 22 കയക്കൂട്ട രജിസ്ട്രേഷൻ നമ്മളെ വണ്ടി അതെങ്ങനെ ഈ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ വന്നു കുറേ ആൾക്കാർ മീൻസ് ഒരു 4-5 ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെ വന്നു വെച്ചാൽ ഞാൻ വണ്ടി എടുത്ത് നമ്മളെ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അറിയുന്നവരുണ്ടാവും, അറിയത്തിലുണ്ടാവും. മഞ്ചേരിയിൽ നമ്മളെ വണ്ടി കച്ചവടക്കാരത്തിന് ഓല് സാധാരണ ഈ അടവൊക്കെ തെറ്റിയ വണ്ടികൾ പിടിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അങ്ങനെ പിടിച്ചു കൊടുക്കുന്ന വണ്ടികൾ അവർ പിന്നെ ബോഡി വർക്കൊക്കെ എടുത്തുകൊണ്ട് അവരായിട്ട് രീതിയിൽ ആക്കിക്കൊണ്ട് നമുക്ക് വണ്ടി എടുക്കണമല്ലോ. രജിസ്ട്രേഷൻ നമ്മൾ അങ്ങോട്ട് ഞാൻ ഇവിടെ പെരുന്തൽമണ്ണ രജിസ്ട്രേഷനൊക്കെ എല്ലാം 53 അങ്ങോട്ട് ആയി തന്നാണ്. അങ്ങനെ ഇനി കയക്കൂട്ട് എൻ്റെ കയ്യിലെത്തി. അതായത് ഓല് വണ്ടി അടവടക്കാത്ത വണ്ടികൾ പിടിച്ച് പിന്നെ ഓല് ആ കച്ചവടമാക്കി വിലക്കെട്ടി എടുത്ത് അവരെടുത്തുകൊണ്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ ഞാൻ വാങ്ങി. അങ്ങനെയാണ് ഈ നമ്പറിൽ നമ്മുടെ എൻ്റെ രജിസ്ട്രേഷനിൽ ഇവിടെ പെരുന്തൽമണ്ണ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞു. വേറെ എന്ത് സജസ്റ്റ് ചെയ്യും പുതിയ വരുന്നവർക്ക്? എന്ത് സജസ്റ്റ് ചെയ്യും പുതിയതായി വരുന്നവർക്ക്? അതായത് മീൻസ് ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് പുതിയതായി വരുന്നവർക്ക് എന്ത് സജസ്റ്റ്? ഞാൻ ഇപ്പോൾ എന്താ പറയാറ്, എനിക്കറിയില്ല. അതായത് ഞാൻ സത്യം പറയട്ടെ, ഞാൻ വലിയൊരു ഇൻ്റർനാഷണൽ ഓട്ടോക്കാരനൊന്നുമല്ല. ഞാൻ 2013 കുറച്ച് ദിവസം 2-3 കൊല്ലമൊക്കെ ഓട്ടോറിക്ഷ ഓടിനും. പിന്നെ ഇപ്പോൾ 5-6 എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസൊക്കെ എന്താ എക്സ്പീരിയൻസ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പഴയ ആളുകൾ ഓട്ടോറിക്ഷയെക്കുറിച്ച് അറിയണമല്ലോ. ചില ആൾക്കാരൊക്കെ ഓട്ടോറിക്ഷ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയ ഒരു വർക്ക്ഷോപ്പിൽ തന്നെ പോകില്ല, ഓലെന്നെ കുത്തിവെച്ച് പണിയെടുക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ അതാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, കൊതുക് കടിച്ചിട്ടാണ് നിൽക്കാൻ പറ്റുക. അയൽവക്കത്തുനിന്നാണെങ്കിൽ അതിലൊരു ചർച്ചയിലാണ്. അപ്പോൾ ആവശ്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്ത് സജസ്റ്റ് ചെയ്യും പുതിയതായി ഓട്ടോ ഫീൽഡിൽ വരുന്നവർക്ക്? അതായത് ഞാൻ പറയും സിമ്പിളായിട്ട് ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. അതായത് നമുക്ക് വേറെ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോറിക്ഷ ഒക്കെ എടുത്തുകൊണ്ട് ഗൾഫിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയും പോയി നിന്ന് കാലം കഴിക്കാതെ ഇല്ലത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ മക്കളോടൊപ്പം കുടുംബത്തിൽ നമ്മളെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ഏറ്റവും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ നല്ലൊരു ജോലിയാണ് ഓട്ടോറിക്ഷ ഫീൽഡ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അതായത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 1.5 വർഷമായിരിക്കും കറക്റ്റ് ഞാൻ പ്രവാസം ഗൾഫ് ജീവിതം നിർത്തി വന്നിട്ട്. അപ്പോൾ സോപ്പ് കൊണ്ട് മാത്രമേ കളിച്ചല്ലേ, വരക്കം ചെയ്യേ, അത് ഇപ്പം വരച്ചോളൂ, ഇപ്പം കഴിഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ പോയല്ലോ റബ്ബേ. അതായത് 1.5 കൊല്ലമായി ഞാൻ പ്രവാസം നിർത്തിയിട്ട്. ഞാനൊരു ഏകദേശം വന്ന കാലത്ത് മുതലേ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ്. പിന്നെ ഞാനൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തു. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് റാഹത്താണ്. മീൻസ് പൈസ കൊണ്ട് റാഹത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഫാമിലി പിന്നെ രാവിലെ നീച്ച് ഓടാൻ പോകുന്നു, വരുന്നു, മക്കളോടൊപ്പം ഭക്ഷണം കഴിപ്പും, അവരോടൊപ്പമുള്ള ജീവിതവും, നമ്മൾ ഇപ്പം ഇന്ന് വയ്യെങ്കിൽ ഇന്ന് പോവാതിരിക്കുക, അങ്ങനെ എല്ലാ സമാധാനത്തിലുള്ള ജീവിതത്തിൽ ആ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ ഒരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന രൂപത്തിൽ പറയാനുണ്ടെങ്കിൽ വേറെ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബാധ്യതയൊന്നുമില്ലാണ്. ഒരു ലോഡ് ബാധ്യതയാണ്. പേരൻ്റെ ലോണ്, പേരൻ്റെ ബാക്കി പൈസ,
അതിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിക്ക് അടവ്, വേറെ അടവ്, ബൈക്കും അടവ്, ആകെ മാസം സംഖ്യമാണ്. പക്ഷേ നമുക്ക് നമ്മൾ ഈ ഒരു പരിപാടിയോട്, അതായത് ഈ ഓട്ടോ ഫീൽഡിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. അല്ല നിങ്ങൾ ബാധ്യതകൾ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഓട്ടോ ഫീൽഡിനോട്. ഗൾഫിൽ നിന്ന കാലത്ത് തന്നെ നാട്ടിൽ വരുമ്പോൾ ഒരു ഓട്ടോ എടുക്കണം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് അവിടെ നിൽക്കണത് തന്നെ ഗൾഫിൽ. അപ്പോൾ പെരും വണ്ടികളാണ്. രണ്ടാളും സ്കൂൾ പോകുന്ന സമയത്ത് സാധാരണ കേൾക്കില്ല, അപ്പോൾ രണ്ടാളും കിട്ടില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ, അല്ല നമുക്കിതിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഓട്ടോ ഫീൽഡ് തിരഞ്ഞെടുക്കാം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണത്. വേറൊരു അഭിപ്രായം എന്താണെന്നറിയില്ല. പിന്നത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഓട്ടോ ഫീൽഡ് ഓക്കെ ആണോ, ടെമ്പററി ആണോ, അതോ പെർമനൻ്റ് ആണോ? യെസ്, ഞാൻ ഓട്ടോ ഫീൽഡ് ഞാൻ ഓക്കെയാണ്. പറയാൻ പറ്റില്ല, നാളെ ചിലപ്പോൾ വല്ല നല്ല പേപ്പർ ഇട്ട് ഞാൻ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഓക്കെയാണ്. നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടെമ്പററിലൊന്നുമല്ല, നിലവിൽ നമ്മളെ വണ്ടിയാണ്. ഞാനിപ്പോൾ നേരം വെളുത്ത് ഓടാൻ പോകുന്നു, വരുന്നു, പരിപാടി ഓക്കെയാണ്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കണ് വണ്ടിയുടെ റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിരിക്കണം. മൈലേജും കാര്യങ്ങളൊക്കെ പറയാണ്ട് വണ്ടി എങ്ങനെയുണ്ട്, ഏതാ മോഡൽ, ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കണം. അതായത് ഞാൻ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് മൊത്തത്തിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. എല്ലാ വീഡിയോ പോലെ ഇത് ലോങ് ആയിട്ട് നീട്ടി വലിച്ചേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഇത് പറയാൻ തന്നെ വേണം, ഒരു 10 മിനിറ്റ് എഴുതിയിട്ടാണ് നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത്. നമ്മളെ വണ്ടി 2019 വണ്ടി കേട്ടോ. അതായത് ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇവിടെ 8 അടവടച്ചു. കഴിഞ്ഞ 25-ാം തീയതി 8 അടവടച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് 22-ാം തീയതി അല്ലേ, 2-3 ദിവസം കഴിഞ്ഞ ഒരടവ്. അതായത് 6150 അടക്കണേ. നമ്മളെ വണ്ടിക്കായ റേറ്റ് എന്ന് പറഞ്ഞാൽ 2,30,000 രൂപയാണ് എനിക്ക് വണ്ടിക്കായത്. അതായത് അടവിടലടക്കം. കാരണം അടവിടാൻ പേപ്പറിന് വേണം ഇവിടെ 8,000 രൂപ 7,000 രൂപ എത്ര വെച്ചാൽ. അപ്പോൾ 2019 വണ്ടി നമ്മൾ 2,30,000 രൂപ കൊടുത്ത് ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത് നമുക്ക് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ വീൽ കപ്പ് സംഭവങ്ങളൊക്കെ വെച്ചെന്നല്ലാതെ, അതായത് ഈ ഹെഡ്ലൈറ്റ് ഞാൻ വെച്ചാൽ കേട്ടോ. അതായത് ഇതിൻ്റെ വർക്ക് എല്ലാം ഞാൻ വണ്ടി വാങ്ങുമ്പോഴത്തേനെല്ലാം ഈ സീറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം സിമ കൊണ്ട് ഇറങ്ങിയവരുണ്ട്. വണ്ടിയുടെ ഉള്ളൊക്കെ ആകെ ഇരപ്പാക്കുക. ഇജ്ജെന്താ കാട്ടിൽ ചങ്ങായിയെ? ഇവിടേക്ക് വെള്ളാക്കിയോ? ഇവിടെ നാക്കണ്ട ചങ്ങായിയെ, വലഞ്ഞു. ഞങ്ങളുണ്ട്, ഞാനുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെയാണ് ഞങ്ങളുണ്ട് പറഞ്ഞ് ഇറങ്ങിയ രണ്ടാളും. നോക്കട്ടെ, ഇവിടെ വെള്ളാക്കണം കേട്ടോ. പിന്നെ ലൈറ്റൊന്നും കത്തൂല, ആകെ ഇരപ്പാവും. എടുത്ത് ഇപ്പച്ചിനുമുണ്ട് വലഞ്ഞു റബ്ബേ. അങ്ങോട്ടൊന്നും വെള്ളാക്കല്ലേ കേട്ടോ, വലഞ്ഞല്ലോ. സീറ്റ് മുമ്പൊക്കെ ഇവിടെ വെള്ളാക്കല്ലേ കേട്ടോ. ഉള്ളിലേക്ക് വെള്ളായാലേ പിന്നെ പോവില്ല. പുറത്ത് വയ്ക്കാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ ഇപ്പച്ചി പേരെ ഇവർ വീഡിയോ എടുക്കാൻ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ് നിർത്തി വലഞ്ഞു ഒക്കെ പോയി. അതായത് ഇപ്പോൾ 2019 നമ്മളെ വണ്ടിൻ്റെ റേറ്റും അടവും ഞാൻ പറഞ്ഞു. അതായത് സീറ്റ് വർക്ക് ഇതൊക്കെ പോലെ കേട്ടോ. അതായത് ഇതിൻ്റെ വർക്ക് മൊത്തം എടുത്തിങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എവിടെയെന്ന്. അത് യൂട്യൂബിലല്ല, ഇൻസ്റ്റയിൽ ചോദിച്ചാൽ. അതായത് ഐമൻ പോളിസ്റ്ററി വർക്ക്സ് കോട്ടപ്പുറം വളാഞ്ചേരി, അവരുടെ നമ്പർ ഇതൊക്കെയാണ്. അതായത് ഇതൊക്കെ വണ്ടി എടുത്തപ്പോൾ വർക്ക് തന്നെ കേട്ടോ. പിന്നെ ഫുള്ള് പരിപാടികളൊക്കെ നമ്മളെ വണ്ടിൻ്റെ വർക്കൊക്കെ എടുത്തിക്കണം അവിടെ നിന്നാണ് പറഞ്ഞത് എന്നോട്. അതൊക്കെ ഇതിൽ പെടുന്നതാണ്. പിന്നെ വേറെന്താ പറയുക, ഈ സ്റ്റീൽ വർക്ക് മൊത്തം, അതായത് എല്ലാ വർക്കും നമ്മളെ വണ്ടീൻ്റെ എല്ലാ വർക്കും ഞാൻ വാങ്ങുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പേര് ചെയ്ത സംഭവങ്ങളല്ലാതെ കാര്യമായിട്ട് ഞാനൊന്നും ഇതുമെടുത്തിട്ടില്ല. പിന്നെ എല്ലാവരും ചിലർ നമ്മളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അല്ലാതെ വേറെ നിർത്തില്ല. പിന്നെ ഈ ബാക്കിൽ എഴുതിയത് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിക്കണത് വായിക്കാൻ പറ്റില്ല എന്ന്. അതായത് അന്തർക്കും അവശത ഉള്ളവർക്കും സൗജന്യ യാത്ര. അതെനിക്കിങ്ങനെ ഞാൻ ഒരാളെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ എഴുതിയതാണ്. നമുക്കൊരു സന്തോഷം, ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ. അത് ശരിക്കും റീൽസിന് വേണ്ടി ചെയ്തതല്ല. ഞാൻ റീൽസൊക്കെ ചെയ്തിരിക്കണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എഴുതി തന്നെയാണ്, ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് വല്ലായി. അപ്പോൾ വേറെ പറയാനുള്ള എന്താ വെച്ചാൽ, ടയറൊക്കെ പോയിട്ട് പുതിയ ഞാൻ മാറ്റിയിട്ടാണ്. 3 ടയറും ഒരുമിച്ച് മാറ്റിയാണ് ഞാൻ വാങ്ങിയപ്പോൾ റിവൽറ്റ് ടയറിന്. പിന്നെ വെച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഹെഡ്ലൈറ്റ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇത് വാങ്ങിയപ്പോൾ ഉള്ളതല്ല, അത് ചോദിച്ചിനി. ഈ ഹെഡ്ലൈറ്റ് 2 എണ്ണത്തിന് വരുന്നത്, ഒന്നിന് ഇവിടെ 1900, 3800 രൂപ 2 രൂപ. പിന്നെ അത് ഫിറ്റ് ചെയ്യാനൊക്കെ പാടെ അങ്ങനെ ഒരു 4000-4200 രൂപ എനിക്ക് ഹെഡ്ലൈറ്റിന് അയക്കണേ. ഹെഡ്ലൈറ്റ് ഇട്ട് കാണിച്ചെന്നോ, കണ്ടിട്ടുപോലെ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതായത് ഹെഡ്ലൈറ്റ് ചെറിയൊരു സംഭവം സംഭവിച്ചിരിക്കണ്, ഈ മഴ കൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ കത്തുണ്ടല്ലോ, ഇതുവരെ കത്തിയില്ല.
അതായത് ഹെഡ്ലൈറ്റ് ഡിമ്മും പറിച്ചു. സുഫിയ മറ്റേ ഇട്ടാ ഉള്ളിൽ പോയിക്കാണ്ട് ആ അതല്ല, ആ സ്വിച്ച് അല്ല, ഈ സ്വിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അത് ഇങ്ങനെ നിൽക്കണം ഞാൻ പറയുമ്പോൾ. അതായത് ഹെഡ്ലൈറ്റ് നല്ല പവറാട്ടോ. ഞാൻ പറയുമ്പോൾ കൂളിംഗ് അടക്കം കുടിച്ചിരുന്നു. എന്നിട്ട് ഹെഡ്ലൈറ്റ് അത് വെക്കുക കണ്ടോ. ഇത് ബ്രൈറ്റ് അടിയത്ത് ഒന്ന് കത്തുന്നുണ്ട്, ഒന്ന് കത്തുന്നില്ല. അത് സംഭവം എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഈ ഒരു മഴ കൊണ്ട് സംഭവിച്ചാൽ തോന്നുന്നുണ്ട്. അത് ഇനി ബ്രൈറ്റ് ഇട്ടാ കണ്ടോ, അത്യാവശ്യം ഇനി പോരെ, അത്യാവശ്യം നല്ല ബ്രൈറ്റ്. ഇനി ആ 4 ഇൻഡിക്കേറ്റർ ഇട്ടാ, ഒരു മിനിറ്റ്. 4 ഇൻഡിക്കേറ്റർ ഇത് ഷോപ്പ് 4 ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടോ. അതാ ഒന്നേ കത്തുന്നുള്ളൂ. അത് നാശമായ റബ്ബേ, അതേ കത്തുന്നുള്ളൂ. ആ ഓക്കെ കണ്ടോ 4 ഇൻഡിക്കേറ്റർ. സംഭവം രസമായില്ലേ, സംഖ്യ കൊടുത്തേണു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ. വേറെ എന്താ പറയാൻ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. 2019 മോഡൽ വണ്ടി 230 നമ്മൾ കൊടുത്തു. 6150 റുപ്യ നമ്മളെ വണ്ടിൻ്റെ അടവാണ്. അതിൽ ഞാൻ 8 അടവ് അടച്ചു. ഇനി അടവ് കുറേ അടക്കാനാണ്. പിന്നെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് നമ്മൾ വാങ്ങിയതാണ്. വേറെ വണ്ടിൻ്റെ മൈലേജ് പറയില്ല. മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും കിട്ടുന്ന മാറ്റനല്ലേ. അതായത് ഇത് ഏതാണെന്ന് വെച്ചാൽ ഇത് കോമ്പാക്റ്റ് കേട്ടോ. നമ്മുടെ ഓട്ടോറിക്ഷയിൽ കുട്ടി ഡീസൽ കോമ്പാക്റ്റാണ്. പിന്നെ അപ്പോൾ അത്യാവശ്യം മലപ്പുറം, തിരൂർ നമ്മളെ ഈ ഏരിയകളിലൊക്കെ ഈ ഒരു വർക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടാവുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേറെ എന്തെങ്കിലും പാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷനെ പറ്റി ഇൻ്റർനാഷണൽ അറിയുന്നവരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, എനിക്ക് അറിയണ മാതിരിയാണ്. പക്ഷേ ഓട്ടോ ഫീൽഡ് എനിക്കറിയാം, പക്ഷേ പ്രൊഫഷണലായിട്ട് എനിക്കറിയില്ല. ഞാനിങ്ങനെ നമ്മൾ നേരം വെളുത്ത് ഓട്ടോറിക്ഷനെ സ്നേഹിച്ച് നമ്മൾ ഓടാൻ ഇറങ്ങുക, അതിനൊരു ഇതിനോട് ജീവിക്കുക, അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് യൂണിയനും കാര്യത്തിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. ഇനി എന്തെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും നമുക്ക് നമ്മളെ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഏതായാലും അത്രയ്ക്കുള്ള കാര്യങ്ങൾ അയൽവാസികൾ എല്ലാവരും ഇങ്ങനെ കൂട്ടും കൂടി വല്ല സംസാരം കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിൽ പെടുമെന്നാവോ, പെട്ടിക്കണ ഇനിയിപ്പോൾ നാളെ ഒരു പറയാം ഞങ്ങൾ പെട്ടിക്കണ് ഞങ്ങളിട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ അച്ചുമ്പുളിയൊക്കെ ആയിട്ടേ കുറേ കാര്യങ്ങൾ കേൾക്കാതെ അയക്കണമെങ്കിൽ ക്ഷമിക്കണേ. ഏതായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരാം. പിന്നെ ടാലി മ്യൂസിയം മേടിച്ച സംഭവം ആകെ ബോറായിട്ടില്ലേ, ഞാൻ ആകെ എട്ടങ്ങറായി വരാം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ ചെറുക്കൻ്റെ വിശേഷങ്ങളൊക്കെ ആയി. വീഡിയോ എത്രത്തോളം മനോഹരമായിട്ടുണ്ട് അറിയില്ല. ഏതായാലും മറ്റൊരു വിശേഷങ്ങളുമായി വ്ളോഗുകളൊക്കെ ആയിട്ട് ഞാൻ നാളെ പറ്റി വെള്ളിയാഴ്ച ഉണ്ടാവില്ല, ഇൻസ്റ്റയിൽ വ്ളോഗിന് ദിവസം ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞാൻ തീർച്ചയായിട്ടും ഒരു വ്ളോഗുമായിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹം, ബൈ. ചങ്ങായിപ്പറം വണ്ടിയൊക്കെ കൂട്ടാൽ ആകെ കുളിപ്പിച്ച് കച്ചിക്ക് തരും. അപ്പോൾ ബൈ, താങ്ക് യു.